പത്രവിശേഷങ്ങളുമായി ഇന്ന് രാഗേഷ് ആണ് നമുക്കിപ്പം ഉള്ളത് പ്രസ് സ്റ്റോപ്പിൽ. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സദൃഷ്മി. ഓക്കെ, അപ്പൊ എന്താ വാർത്തകളൊക്കെ? കുറേ വാർത്തകളാണല്ലോ അല്ലേ? ഇന്ന് മിക്സഡ് വാർത്തകളായിരിക്കുമല്ലോ. അതെ, കാരണം ഫിഫ ലോകകപ്പിന് നാളെ തുടക്കമാവുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളുണ്ട്. CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. കാരണം മലയാള മനോരമയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത് വീണയ്ക്ക് സമൻസ് എന്നുള്ള വാർത്ത തന്നെയാണ്. കാരണം എക്സാലോജിക് കേസ് അടുത്ത ഘട്ടത്തിലേക്ക് എന്നാണ് മനോരമ നൽകിയിട്ടുള്ളത്. ശശിധരൻ കർത്ത അടക്കം CMRലിൻ്റെ 6 പേരെ കൂടി വിളിപ്പിച്ചു. വിവിധ ദിവസങ്ങളിലായി EDയുടെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തീയതി ജൂൺ 12, സ്ഥലം ED കൊച്ചി ഓഫീസ്, അവിടെയാണ് വീണയെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം കൂടി അവിടെ നൽകിയിട്ടുണ്ട്. ഏതായാലും മലയാള മനോരമ. ഒപ്പം തന്നെ മലയാള മനോരമയിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അത് മധ്യപ്രദേശിൽ നിന്നുള്ളതാണ്. കാരണം മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാടകീയ നീക്കങ്ങൾ. കോൺഗ്രസ് പത്രിക തള്ളി. സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ കേസ് വിവരം മറച്ചുവെച്ചുവെന്ന് BJP. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ്. ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. അക്കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ കുത്തിയിരിക്കുന്ന ചിത്രമടക്കം നൽകിക്കൊണ്ടാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത് മലയാള മനോരമ. മറ്റൊന്ന് CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. ഏതായാലും ഒന്നാം പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. അതായത് തെറ്റുപറ്റി ഞങ്ങൾക്കല്ല പാർട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി ശബരിമല തെറ്റേറ്റു പറഞ്ഞു CPM. വ്യക്തിപരമായി തനിക്കോ പിണറായിക്കോ വീഴ്ചയില്ലെന്ന് ഗോവിന്ദൻ എന്നുകൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഒന്നാം പേജിലൊപ്പം എങ്ങനെ മാറണമെന്ന് വാട്സപ്പിൽ നിർദ്ദേശിക്കാമെന്നുള്ള കാര്യം കൂടി ഒരു ബോക്സ് വാർത്തയായി നൽകിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം 5 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം എന്നുള്ള വാർത്ത കൂടി മലയാള മനോരമ ഏതായാലും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രത്യേകിച്ച് ലോകകപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളല്ലാതെ തന്നെ തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങി എന്നൊരു വാർത്ത വലിയ കാര്യമായി തന്നെ മലയാള മനോരമ വർത്തമാനം പേജിൽ നൽകുന്നുണ്ട്. കാരണം പലയിടത്തും വലിയ പ്രതിസന്ധിയൊക്കെ തന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ടുകൾ കണ്ടതാണ്. ഇപ്പോൾ തൊഴിൽ മേഖലകളിൽ ആശ്വാസം. അതിഥി തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങി. എത്തിയത് സ്വദേശത്തേക്ക് പോയവരിൽ 25% എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുകയാണ്. കൂടാതെ രാഷ്ട്രീയത്തിലേക്ക്, വീണ്ടും രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ മലയാള മനോരമ CPMവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 30 മണ്ഡലങ്ങളിൽ BJP UDFന് വോട്ട് മറിച്ചു എന്നാണ് CPM ആരോപിക്കുന്നത്. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി മലയാള മനോരമ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ആരോപണവുമായി CPM 30 മണ്ഡലങ്ങളിൽ BJP UDFന് വോട്ട് മറിച്ചു. വെള്ളാപ്പള്ളിയെ തള്ളാഞ്ഞതും പരാജയ കാരണമെന്ന് റിപ്പോർട്ട് എന്നാണ് നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലോകകപ്പാണ്. വിശദമായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. കായിക പേജിലേക്ക് വരികയാണെങ്കിൽ കായിക പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി മലയാള മനോരമ കായിക പേജും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കളിയാണ് മെയിൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഏതായാലും ആ പേജ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. കാരണം ഇനി പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരമൊരു തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത ഏതായാലും മലയാള മനോരമ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഏതായാലും മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. കാരണം ഒടുവിൽ വന്നു കുറ്റസമ്മതം എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ന്യായീകരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചില്ലെന്ന് CPM. വെള്ളാപ്പള്ളി ബന്ധം തള്ളിപ്പറഞ്ഞ് പുതിയ നിലപാട് എന്നുകൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം വൈകി ഉദിച്ച തിരിച്ചറിവുകൾ, വെള്ളാപ്പള്ളി വിവാദം, മുൻ നിലപാടും ഏറ്റുപറച്ചിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏറ്റുപറഞ്ഞു എന്ന കാര്യമൊക്കെ തന്നെ ഒന്നാം പേജിൽ ഏതായാലും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ മലയാള മനോരമയിൽ കണ്ടതുപോലെ തന്നെ വീണയെ ചോദ്യം ചെയ്യും വെള്ളിയാഴ്ച 8 പേർക്ക് കൂടി ED നോട്ടീസ് എന്ന വാർത്ത ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ഒപ്പം പാക് അധീന കശ്മീരിൽ സംഘർഷം, 20-ലേറെ മരണം എന്ന വാർത്ത കൂടി ഒന്നാം പേജിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി. അതായത് പ്രതിഷേധക്കാരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. രൂക്ഷ വിമർശനവുമായി ഇന്ത്യ തുടങ്ങിയ ഇന്ത്യയുടെ പ്രതികരണം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതായാലും ഒന്നാം പേജിൽ ആ വാർത്ത മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം VBG റാംജി ജൂലൈ 1 മുതൽ നടപ്പാക്കും എന്ന വാർത്ത കൂടി ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാതൃഭൂമി. ഉൾപേജിലേക്ക് വരുമ്പോഴും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. അത് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള, തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ തുടരുന്ന ആഭ്യന്തര കലാപം, അതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി, പിന്നോട്ടില്ലെന്ന് വിമതർ, വഞ്ചകരെന്ന് പാർട്ടി എന്നാണ് അതിന്
മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. 2 പ്രതികരണങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതായാലും ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം ലോകകപ്പിന് ഒരു പേജ് പൂർണ്ണമായി, 1.5 പേജ് പൂർണ്ണമായി മാറ്റിവെച്ചിട്ടുണ്ട് മാതൃഭൂമി. മെക്സി മാജിക് ആരെടുക്കും എന്ന തലക്കെട്ടോടു കൂടി മെക്സിക്കോ സിറ്റിയിൽ ലോകകപ്പിന്റെ മാതൃകയുടെ വിൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രസഹിതം ലോകകപ്പിന്റെ ഫിക്സർ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് ഏതായാലും തയ്യാറാക്കിയിട്ടുള്ളത് മാതൃഭൂമി. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, ദേശാഭിമാനി തീർച്ചയായും എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നൊരു കൗതുകമുണ്ടാവും. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നലത്തെ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. ഒപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ 1-ാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദേശാഭിമാനി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും, വെല്ലുവിളികളെ അതിജീവിച്ച് തിരിച്ചു വരും. വിപുലീകൃത CPIM സംസ്ഥാന കമ്മിറ്റി ഓഗസ്റ്റിൽ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഭിപ്രായം അറിയിക്കാം, പുതുവഴികൾ എന്ന പേരിൽ ഇമെയിൽ, ഒപ്പം തന്നെ വാട്സപ്പ് വഴി പൊതുജനങ്ങൾക്ക് പ്രവർത്തകർക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകാമെന്ന കാര്യം കൂടി ഒരു ബോക്സ് വാർത്തയായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മറുപടിയില്ലാതെ കോൺഗ്രസ് ഇന്ത്യ കൂട്ടായ്മയെ തകർക്കുന്നു, അന്വേഷണ ഏജൻസികളെ ആയുധമാക്കി മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കേന്ദ്രം വേട്ടയാടിയപ്പോൾ കോൺഗ്രസ് മുതലെടുപ്പ് നടത്തി എന്ന ആ യോഗത്തിലെ വിമർശനം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്തയാണ് 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ബി അശോകിന്റെ നിയമനം 1-ാം പേജിൽ വാർത്തയായി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ RSSലേക്ക് പാലമായി ബി അശോക് എന്നാണ് തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. MGVC നിയമനവും സെനറ്റ് നാമനിർദ്ദേശവും അശോകിന്റെ നിയമനവും ഡീലിന്റെ ഭാഗം എന്ന് ആരോപിക്കുകയാണ് ഏതായാലും ദേശാഭിമാനി 1-ാം പേജിൽ തന്നെ. ഒപ്പം കായിക പേജിലേക്ക് വരുമ്പോൾ അവിടെ ഒറ്റപ്പന്തായി ലോകം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത് ദേശാഭിമാനി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇനി വീക്ഷണത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ദേശാഭിമാനി ഇങ്ങനെ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും വീക്ഷണം നൽകിയിരിക്കുന്ന തലക്കെട്ട് എന്നൊരു കൗതുകം കൂടി നമുക്കുണ്ട്. തീർച്ചയായും തൊലിപ്പുറത്ത് ചികിത്സ എന്ന തലക്കെട്ടോടു കൂടിയാണ് വീക്ഷണം ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. CPM-ൽ തിരുത്തൽ നാടകം, പിണറായിയും ഗോവിന്ദനും സേഫ്, തോൽവിയുടെ യഥാർത്ഥ കാരണം മറയ്ക്കുന്നു, നേതൃമാറ്റ ആവശ്യം തള്ളി സംസ്ഥാന ഘടകം എന്ന വാർത്തയാണ് വീക്ഷണം നൽകുന്നത്. ഒപ്പം വീണയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വീണപ്പോൾ കൈവിടുന്നു എന്നാണ് വീക്ഷണം നൽകിയിട്ടുള്ളത്. വീണയ്ക്ക് സമൻസ് അകലം പാലിക്കാൻ CPM. മാസപ്പടി കേസിൽ 8 ഉദ്യോഗസ്ഥർക്കും ED സമൻസ്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം എന്ന് നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ രാജ്യസഭാ സീറ്റിൽ അട്ടിമറി, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് സീറ്റ് ചോരി എന്നാണ് വീക്ഷണം. അങ്ങനെ വീക്ഷണം ഇങ്ങനെ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ ചന്ദ്രികയിലേക്ക് വരുമ്പോൾ ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് ചന്ദ്രിക ഏതായാലും 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് SIT അന്വേഷണം, CPM ഉന്നതരിലേക്ക് 3 DYFI നേതാക്കളെ ചോദ്യം ചെയ്തു എന്ന വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് ഏതായാലും ചന്ദ്രിക. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ED-യുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ 1-ാം പേജിൽ ഒപ്പം തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളൊരു വാർത്ത ചരിത്രം തിരുത്തി നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടന്ന് മോദി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് തെരഞ്ഞെടുത്ത ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭാരതം ഭരിച്ച പ്രധാനമന്ത്രി എന്ന നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കിയെന്ന വാർത്തയാണ് 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. ജന്മഭൂമി മാധ്യമത്തിലേക്ക് വരുമ്പോഴും CPM-യുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് മാധ്യമവും 1-ാം പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി മുതൽ സ്വർണ്ണക്കൊള്ള വരെ വീഴ്ച സംബന്ധിച്ച് CPM തോറ്റതെങ്ങനെ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. 1-ാം പേജിൽ MV ഗോവിന്ദന്റെ ചിത്രം സഹിതമാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് വരുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ വാർത്തകൾക്കൊപ്പം വിജയ് മന്ത്രിസഭയ്ക്ക് 1 മാസം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏതായാലും മാധ്യമം പ്രതീക്ഷകളും വിമർശനങ്ങളുമായി സമ്മിശ്ര പ്രതികരണം എന്നാണ് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് അടുത്ത വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിൽ നടക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ വിജയ് പങ്കെടുക്കും എന്നുകൂടി മാധ്യമം ഏതായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം കായിക പേജിലും വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമം. പന്തൊരു കുലം എന്ന തലക്കെട്ടോടു കൂടിയാണ് ലോകം കാത്തിരിക്കുന്ന ഫുട്ബോൾ മഹാമേളയ്ക്ക് നാളെ കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോടു കൂടി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം സന്നാ മത്സരത്തിൽ സ്പെയിനും ഫ്രാൻസിനും ജയം എന്ന റിപ്പോർട്ടുണ്ട്. ഫ്രഞ്ചൊലി എന്നാണ് അതിന് അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട്. കൂടാതെ US-ന്റെ ഫൗൾ പ്ലേ സൊമാലിയൻ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് റഫറിയെ മടക്കി അയച്ചു എന്ന റിപ്പോർട്ട് കൂടി ഏതായാലും നൽകിയിട്ടുണ്ട് മാധ്യമം. അവിടെ നിന്ന് ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും തീർച്ചയായും 1-ാം പേജ് പൂർണ്ണമായും മാറ്റിവെച്ചിരുന്ന ഒരു കാരിക്കേച്ചറിന് വേണ്ടിയാണ്. അത് ഈ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരങ്ങളെയാണ് 1 ഗോൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. 2026 ഫിഫ ലോകകപ്പിന് നാളെ തുടക്കം. ഒപ്പം തന്നെ താരങ്ങളെയൊക്കെ തന്നെ നമുക്ക് കാരിക്കേച്ചറിൽ കാണാം. ഒപ്പം തന്നെ എംബാപ്പെ, ഹാലണ്ട് അടക്കം മെസ്സിയും റൊണാൾഡോയും സാഡിയോ മാനെ അടക്കമുള്ളവരൊക്കെ തന്നെ അവിടെ കാണുകയും ചെയ്യാം.
മംഗളത്തിനും സമാനമായ രീതിയിൽ തന്നെ അത്തരം വാർത്തകളൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയുണ്ട്. ഒപ്പം വിസ്മയ ബജറ്റ് അവതരിപ്പിക്കാൻ VD സതീശൻ എന്ന വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പ്രത്യാശ മുഖമുദ്ര എന്ന തലക്കെട്ടാണ് അതിനേതായാലും നൽകിയിട്ടുള്ളത്. ഏതായാലും പ്രസ് സ്റ്റോപ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സേവ് ദ ലേക്ക് മടങ്ങുന്നു. ഓക്കെ.